മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ നോക്കാം. ബഡ്ജറ്റ് അഥവാ പതിവ് കണക്ക്, ചെക്ക് പോസ്റ്റ്, ചൗകകൾ, പോസ്റ്റൽ സമ്പ്രദായം, അഞ്ചൽ, താലൂക്ക് ഓഫീസ്, മണ്ഡപത്തും വാതുക്കൽ, തഹസീൽദാർ, കാര്യക്കാർ, വില്ലേജ് ഓഫീസ്, പൗതികൾ, വില്ലേജ് ഓഫീസർ, പർവത്തിക്കാർ, ധനമന്ത്രി, മുളഗ്മടി ശീലക്കാർ. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ദിവാൻമാരാണ്. അറുമുഖൻ പിള്ള 1729 മുതൽ 1736 വരെ, താണുപിള്ള 1736 മുതൽ 1737 വരെ, രാമയ്യൻ ദളവ 1737 മുതൽ 1756 വരെ. ഇനി മാർത്താണ്ഡവർമ്മ വർഷങ്ങളിലൂടെ. 1706 മാർത്താണ്ഡവർമ്മ ജനിച്ചു. 1723 ഇംഗ്ലീഷുകാരുമായി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമതലയേറ്റു. 1730 എട്ടുവീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലെ മെയ്ക്കാ മണ്ഡപത്ത് വെച്ച് തൂക്കിലേറ്റി ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു. 1731-33 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതു. 1741 കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കൊട്ടാരക്കരയെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ചു. 1742 മാന്നാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ കിളിമാനൂർ പിടിച്ചെടുത്തു. 1746 പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമ്മ ഓടനാട്, കായംകുളം കീഴടക്കി. കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു. 1749-50 തെക്കുംകൂറും വടക്കുംകൂറും തിരുവിതാംകൂറിനോട് ചേർത്തു. 1750 ഒന്നാം തൃപ്പടിദാനം. ഞാവക്കാട് കർത്താക്കന്മാരുടെ കീഴിലായിരുന്ന മീനച്ചിൽ തിരുവിതാംകൂറിനോട് ചേർത്തു. 1753 ഡച്ചുകാരുമായുള്ള മാവേലിക്കര ഉടമ്പടി. 1754 ആനന്ദേശ്വര യുദ്ധം. 1758 മാർത്താണ്ഡവർമ്മ നാടുനീങ്ങി. അടുത്ത് മാർത്താണ്ഡവർമ്മയും പത്മനാഭസ്വാമി ക്ഷേത്രവും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മ. ക്ഷേത്രത്തിലെ അറ്റകുറ്റപ്പണികളും അനുബന്ധ മന്ദിരങ്ങളുടെ നിർമ്മാണവും 1731 ആരംഭിച്ച് 1733 പൂർത്തിയാക്കി. ഗണ്ഡകി നദീതടത്തിൽ നിന്നും കൊണ്ടുവന്ന 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭ വിഗ്രഹം പുതുക്കി നിർമ്മിച്ചത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമാണ് മുറജപം. ഇതിന്റെ ചെറുചടങ്ങായിരുന്നു ഭദ്രദീപം. വർഷത്തിൽ 2 തവണ വീതം ഭദ്രദീപം നടത്തപ്പെട്ടിരുന്നു. മുറജപം ആദ്യമായി ആഘോഷിച്ചത് 1750. ഇനി എട്ടരയോഗം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവഹക സമിതിയായിരുന്നു എട്ടരയോഗം. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ 8 പോറ്റുമാർക്ക് ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത്. എട്ടരയോഗം കൂടുമ്പോൾ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാർ.